ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലെമ്പാടും തീവ്ര ഹിന്ദുവാദിത്ത ഗ്രൂപ്പുകളുടെ വ്യാപക ആക്രമണം നടക്കുകയാണ്. ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുൻപിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തും അവർ അഴിഞ്ഞാടി. ജയ് ശ്രീമ വിദ്വേഷ മുദ്രാവാക്യങ്ങളും വിളിച്ചെത്തിയ VHP ബജറംഗൾ പ്രവർത്തകർ പള്ളിക്ക് മുൻപിൽ കുത്തിയിരുന്ന് ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും മധ്യപ്രദേശിലെ ജബൽപൂരിലും ഡൽഹിയിലെ ലാജ്പത് നഗറിലും ഒഡീഷയിലെ ഭുവനേശ്വറിലും നിന്നെല്ലാം സംഘപരിവാർ അനുകൂല സംഘടനകളും ഹിന്ദുത്വ ഗ്രൂപ്പുകളും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടത്തിയ വ്യാപക അതിക്രമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജബൽപൂരിൽ പള്ളിയിൽ കയറി കാഴ്ച പരിമിതിയുള്ള യുവതിയെ കയ്യേറ്റം ചെയ്ത BJP ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇതിനിടയിലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് കത്തയച്ചത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, അതായത് UCF, പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 834 ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. കൃത്യമായ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ആ അക്രമങ്ങളുടെ കണക്ക് 2009 മുതലുള്ള കണക്കുകളാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടെ 2009 കണക്കുകൾ പരിശോധിക്കുമ്പോൾ നോക്കൂ, 151 അക്രമ സംഭവങ്ങളാണ് രാജ്യത്തെമ്പാടും 2009 നടന്നത്. 2010 വരുമ്പോൾ 150 ആകുന്നു. 2011 അത് 142 കുറയുന്നു. 2012 131 കുറയുന്നു. പിന്നീട് 2013 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 147 ഉയരുന്നു. 2014 കണക്ക് നോക്കുകയാണെങ്കിൽ 151 ഉയരുന്നു. 2015 ആണ്ട് പരിശോധിക്കുമ്പോൾ ക്രൈസ്തവർക്കെതിരെയുള്ള ഇന്ത്യയിലെ ആക്രമണം 179 ഉയരുന്നു. 2016 നോക്കുമ്പോൾ 247 അക്രമസംഖ്യ എന്ന് പറയുന്നത്. 2017 കണക്കുകൾ നോക്കൂ, അത് എത്രമാത്രം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഇത് UCFന്റെ കണക്കുകളാണ്. 351 അക്രമ സംഭവങ്ങൾ 2017 റിപ്പോർട്ട് ചെയ്യുന്നു. 2018 325, 2019 366, 2020 327 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2021 505, 2022 601, 2023 734 അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. 2024 കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 834 അക്രമ സംഭവങ്ങളാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ഈ കാലയളവിൽ ഉണ്ടായത്. അത് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം. 2025 നവംബർ മാസം വരെയുള്ള കണക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 706 അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായതെന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നത്. ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് UCF കത്തയച്ചു. മോദിക്ക് കത്തയക്കുകയാണ്. അതായത് ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നാണ് UCF ആവശ്യപ്പെടുന്നത്. ആ കത്തിൽ പ്രധാനമായും UCF പറയുന്നത് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ അക്രമ സംഭവങ്ങൾ കൂടുതലും വേട്ടയാടൽ, മതപരിവർത്തനത്തിന് നിരോധന നിയമത്തിന്റെ പേരിലാണ് ഈ വേട്ടയാടൽ പലപ്പോഴും നടക്കുന്നത്. ഈ മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്നും UCF ഈ കത്തിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഈ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ക്രിസ്മസ് തലേന്നും അതിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലും ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് നേരെയൊക്കെ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയാണ് UCF പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ആ കത്തിൽ കേരളത്തിൻ്റെ കാര്യം അടക്കം പറയുന്നുണ്ട്. അതായത് പാലക്കാട് നടന്ന അക്രമ സംഭവങ്ങളെ ഉൾപ്പെടെ ഈ കത്തിൽ പ്രധാനമായും എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് UCF. ഏതായാലും ധനസുമോദും കൂടെ നമുക്കൊപ്പം ചിരിക്കുകയാണ് ഈ കത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും നൽകാനായി. ധനസുമോദ്, ഈ കത്തിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്താണ്? അജി കുഞ്ഞുമ്മൻ പറഞ്ഞ ഈ കണക്കുകളിലേക്ക് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ഫോറം എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇവർ ടോൾ ഫ്രീ നമ്പറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും രാജ്യത്ത് അതിക്രമം നടക്കുകയാണെങ്കിൽ ക്രൈസ്തവർ നേരിടുന്ന അതിക്രമം കൃത്യമായിട്ട് അറിയിക്കാനും അവർക്ക് നിയമസഹായം ചെയ്യാനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണിത്. കാര്യം പലതരത്തിലുള്ള ഒരു വിളികൾ ഈ ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് എത്താറുണ്ട്. അതായത് ചിലപ്പോൾ അതൊരു വേലിത്തർക്കമായിരിക്കാം, അതിർത്തി തർക്കമായിരിക്കാം. പക്ഷെ അതെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇത് ക്രൈസ്തവർ
അവർ എങ്ങനെയാണ് ഒരു മതപരമായി പീഡിപ്പിക്കപ്പെടുന്നത്, അതിൻ്റെ ഒരു കൃത്യമായ കണക്കുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ഈ കൃത്യമായ ഒരു സ്ഥിതിവിവരക്കണക്ക് തയ്യാറാക്കിയിരിക്കുന്നതും പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നതും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷമായിരുന്നു ഒരു റെക്കോർഡ് എന്ന രീതിയിൽ തന്നെ ഒരു ആക്രമണം ഉണ്ടായത്. 834 ആക്രമണമാണ് ക്രിസ്ത്യാനികൾക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് കൂടുതലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെയുള്ളൊരു കണക്ക് അവരെടുക്കുകയാണെങ്കിൽ ഈ നവംബർ വരെയുള്ള കണക്ക് മാത്രമാണ് അവർക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ പോലും 706 എന്നുള്ള ഒരു നമ്പറിലേക്കാണ് എത്തിയിരിക്കുന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് ഈ ക്രിസ്തുമസിൻ്റെ ഒരാഴ്ചയിലാണ്. കാര്യം സാധാരണ ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ പള്ളികളിലാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഇത്തവണ ചെയ്തിരിക്കുന്നത് ഈ ക്രിസ്മസ് കരോളുകളെ ആക്രമിക്കുന്നു. ഇതുകൂടാതെ ഈ സാന്താക്ലോസിൻ്റെ വേഷം ധരിപ്പിക്കാൻ വേണ്ടി അത് വിൽപ്പനയ്ക്കെത്തുന്ന കടകൾ ആക്രമിക്കപ്പെടുന്നു. ഇന്നലെ അസമിലാണെങ്കിൽ ആ ക്രിസ്മസിന് വേണ്ടിയുള്ള ഈ ക്രിസ്മസ് ട്രീ ഉൾപ്പെടെയുള്ളവ ഒരുക്കുന്ന ഈ അലങ്കാര വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് നേരെയാണ് വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഇത് ഒഡീഷ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് അടുത്ത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ എല്ലാം ഈ കത്തിൽ കൃത്യമായി അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യമുണ്ട്. ഈ 12 സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുന്നത് നിലവിലുള്ളത്. ഈ മതപരിവർത്തന നിയമം നടപ്പിലാക്കാൻ എന്ന രീതിയിലാണ് ഈ ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഉദാഹരണമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ചിൽ ഒരു പരാതിക്കാരൻ അയാൾ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന പേരിൽ അയാൾ പരാതി കൊടുത്തുന്നു. അതിലൊരു സന്തോഷ് എന്നൊരു പാസ്റ്ററെ ജയിലിലടക്കുകയും ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത്. പക്ഷേ പിന്നീടാണ് കോടതിയിലെത്തുമ്പോൾ ഈ പരാതിക്കാരൻ തന്നെ പറയുകയാണ് ഇത് ചില ഹിന്ദുത്വ തീവ്ര സംഘടനകൾ നിർബന്ധിച്ച് തന്നെ കൊണ്ട് എഴുതിച്ചതാണ്, തനിക്ക് ഈ തരത്തിലുള്ള പരാതി കൊടുക്കാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. ഈ തരത്തിലാണ് കാര്യങ്ങൾ എത്തിപ്പോകുന്നത്. അതായത് ഈ സാധാരണ അയൽവാസികളായ ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ സംഘടനകൾ തന്നെ അവർ തന്നെ പരാതിക്കാരായി വന്നിട്ട് പ്രാർത്ഥിക്കാൻ എത്തുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി ഒത്തുകൂടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ അവർക്കെതിരെയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കി അവരെ ജയിലിലടക്കുന്നത്. ഈ പല പാസ്റ്റർമാരും ഇപ്പോഴും ആ തരത്തിൽ UP-യിൽ മാസങ്ങളായി ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്നും ഈ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി നൽകണം. ഈ തരത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ നിരപരാധികളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 2023-ലും 2024-ലും ഏറ്റവും കൂടുതൽ 2025-ലും ക്രിസ്മസ് ദിനങ്ങളിൽ പ്രധാനമന്ത്രി പള്ളികളിലേക്ക് പോകുന്നതും ക്രിസ്ത്യൻ വിഭാഗത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതും സന്തോഷത്തിൽ പങ്കുചേരുന്നതും അത് വളരെ ആഹ്ലാദകരമായ അനുഭവം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ഹിന്ദുത്വ തീവ്ര സംഘടനകൾ അവർ പള്ളിയിലേക്ക് എത്തുന്നത് പള്ളികൾ ആക്രമിക്കാനാണ്, ക്രിസ്ത്യാനികളെ ആക്രമിക്കാനാണ്. ഇത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമന്ത്രിക്ക് മുമ്പാകെ ഈ കത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത്. ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വലിയ തരത്തിൽ ക്രൈസ്തവർക്ക് നേരെയും മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ അതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അപ്പോഴും പല കണക്കുകളും നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉയരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ തരത്തിൽ ലോകത്തിൽ തന്നെ ചർച്ചയായപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിൽ എമ്പാടും നടന്ന ഈ അക്രമ സംഭവങ്ങളെ ലോകമാധ്യമങ്ങളിൽ പോലും വലിയ തരത്തിലാണ് അത് വാർത്തയാക്കുകയും ഒപ്പം തന്നെ വാർത്തയായി പുറം ലോകത്തേക്ക് അറിയപ്പെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തരം സംഘടനകൾക്കെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരം സംഘടനകൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ബന്ധപ്പെട്ടവർ അതിന് മതിയായ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നോക്കൂ, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും മധ്യപ്രദേശിലെ
ജബൽപൂരിലും ഡൽഹിയിലെ ലാജ്പത് നഗറിലും ഒഡീഷയിലും ഭുവനേശ്വറിലും നിന്നെല്ലാം ഈ സംഘപരിവാർ അനുകൂല സംഘടനകളും ഹിന്ദുത്വ ഗ്രൂപ്പുകളും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടത്തിയ വ്യാപക അതിക്രമങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും തന്നെ ഉയർന്നു വരുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് UCF ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് ഇതിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടെ ഡീകോഡ് പരിശോധിച്ചത്. ഇന്നത്തെ ഡീകോഡിന്റെ സമയപരിമിതി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.